നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രവാസി നമുക്ക് തികച്ചും ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. കളഞ്ഞുകിട്ടിയ 20,000 ദിർഹം, അതായത് 4 ലക്ഷത്തോളം രൂപ തിരികെ നൽകിയ പ്രവാസിയാണ് ഇപ്പോൾ താരമായി മാറിയിരിക്കുന്നത്. അതും ദുബായിയുടെ മണ്ണിൽ. പ്രവാസികളെ നെഞ്ചോട് ചേർക്കുന്ന ദുബായി എങ്ങനെ കണ്ടില്ല എന്ന് വയ്ക്കും എന്നാണ് അധികൃതർ പറയുന്നത്. തികച്ചും പ്രവാസികൾക്ക് മാത്രമല്ല, സ്വദേശികൾക്കും മാതൃകയായിരിക്കുകയാണ് ഈ പ്രവാസി. കളഞ്ഞു കിട്ടിയ എൻവലപ്പിൽ 4 ലക്ഷത്തോളം രൂപ, അതായത് 20,000 ദിർഹം, അത് കൃത്യമായി അധികൃതരെ തിരിച്ചേൽപ്പിച്ച് നേപ്പാൾ സ്വദേശി ഒരു വലിയ മാതൃക തന്നെ കാട്ടിത്തന്നിരിക്കുകയാണ്. ദുബായ് മോളിലെ കടയിൽ ജോലി ചെയ്യുന്ന സുദീപ് റാണ മഗർ എന്ന യുവാവാണ് പണം ദുബായ് പോലീസിനെ സത്യസന്ധതയുടെ മാതൃകയായി മാറി നമുക്ക് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കടയിലെത്തിയ ഒരു വനിത പണമടങ്ങിയ എൻവലപ്പ് മറന്നുവെക്കുന്ന എന്തും അത് പണമാണെങ്കിൽ പോലും തിരിച്ചു കിട്ടുന്നത് വിരളമാകുന്ന ഈ കാലത്താണ് 4 ലക്ഷത്തോളം രൂപ തിരികെ ലഭിക്കുന്നത് തന്നെ എന്നതാണ് ഏവരെയും അമ്പരപ്പിലാഴ്ത്തിയിരിക്കുന്നത്. കടയിലെ ശുചീകരണ ജോലി ചെയ്യുകയായിരുന്നു സുദീപിന് അത് കളഞ്ഞു കിട്ടിയത്. കാല് കവറായിരിക്കുമെന്ന് കരുതി ആദ്യം സുദീപ് അത് വേസ്റ്റ് ബിന്നിലിട്ടു. എന്നാൽ അകത്തെന്തോ ഉണ്ട് എന്ന ഒരു ബലമായ സംശയം ഉടലെടുത്തു. എൻവലപ്പ് വീണ്ടും എടുത്ത് തുറന്നു നോക്കിയപ്പോൾ 20,000 ദിർഹത്തിന്റെ കറൻസികൾ കണ്ട് ഞെട്ടുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ കടയിലെ മാനേജറെ ഫോൺ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. എന്നാൽ ഫോണിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മോളിലെ സുരക്ഷാ ഓഫീസിൽ പണം ഏൽപ്പിക്കാനായിരുന്നു നിർദ്ദേശം കിട്ടിയത്. പിന്നീട് പോലീസ് വിവരമറിച്ചതനുസരിച്ച് CCTV ക്യാമറ പരിശോധിച്ച് പണത്തിന്റെ ഉടമയെ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും പോലീസ് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. സുദീപ് ഈ കടയിൽ കഴിഞ്ഞ 2 വർഷമായി ജോലി ചെയ്തു വരികയാണ്. എന്നാൽ സുദീപിന് ഈ സത്യസന്ധതയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്. നേപ്പാൾ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന തന്റെ പിതാവിൽ നിന്നാണ് താൻ സത്യസന്ധതയുടെ പാഠങ്ങൾ സ്വായത്തമാക്കിയതെന്ന് സുദീപ് പറയുകയുണ്ടായി. സുദീപിനെ ദുബായ് പോലീസ് വൈകാതെ ആദരിക്കുമെന്നാണ് കരുതി വരുന്നത്. എന്തായാലും സുദീപ് ഇപ്പോൾ ഏവർക്കും മാതൃകയായി മാറിയിരിക്കുകയാണ്. 4 ലക്ഷത്തോളം രൂപ തിരികെ ഏൽപ്പിച്ച് പ്രവാസികൾക്കിടയിൽ ഇപ്പോൾ താരം കൂടിയാണ് സുദീപ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.